35 വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞുമാണിക്യത്തിന്റെ ഭർത്താവ് KV കൊട്ടനാണ് നാടനിനത്തിൽപ്പെട്ട തെങ്ങ് നട്ടത്. 8 വർഷം മുൻപ് തലപോയി നശിച്ച തെങ്ങ് പിന്നീട് വീണ്ടും കിളർക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ തല പോയി. തലവറ്റി അങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയിന്ന്. കുറേ കഴിയുമ്പോൾ ഉണ്ടതിന് ഒരു തല വരുന്നു. തല വന്ന് തേങ്ങയെല്ലാം പിടിച്ചിട്ടാകുമ്പോൾക്ക് മറ്റേ ഭാഗത്തൊരു എതൽ പൊട്ടിയിട്ട് അതിനും പിടിച്ചും തേങ്ങ നല്ലോണം തേങ്ങയുണ്ടതിന്. കിളിർത്തു വന്ന 2 തലപ്പുകളും ഒരുപോലെ ശിഖരങ്ങളായി വളർന്നു കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ 3 വർഷമായി 2 ശിഖരങ്ങളിൽ നിന്നും ഇവർക്ക് കായ്ഫലം ലഭിക്കുന്നുണ്ട്. ഒറ്റത്തടി വൃക്ഷമായ തെങ്ങിന് സാധാരണ 2 തലപ്പുകൾ ഉണ്ടാകാറില്ല. അപൂർവമായി ഒന്നിൽ തലപ്പുകൾ ഉണ്ടായാലും അതിലൊന്ന് പിന്നീട് നശിച്ചു പോകും. കായ്ഫലം കൂടിയാൽ ശിഖരങ്ങൾ അറ്റുവീഴുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും നന്നായി വളവും വെള്ളവും നൽകി തെങ്ങിനെ പരിപാലിക്കാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. എനിക്ക് ശരിക്കും അമ്മയുടെ പേര് ഇഷ്ടപ്പെട്ടു, കുഞ്ഞുമാണിക്യം. നല്ല പേര്. സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാരംഗ് ശരിക്കും ഒരു കൗതുക കാഴ്ച തന്നെയാണല്ലേ? അങ്ങനെയൊന്നും കണ്ടിട്ടോ ഒന്നുമില്ല ഇങ്ങനെ ഒരു തെങ്ങ്. എന്തായാലും തെങ്ങ് ഒന്നാണെങ്കിലും ഇരട്ടിയാണ് ഫലം. നമ്മൾ കുട്ടിക്കാലത്തെ പഠിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പൂർണ്ണമായും നേർ വിപരീതമായി സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കൗതുകമാണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്. ഇടയിലേക്കാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, കാരണം എപ്പോഴും നമ്മൾക്ക് ഒറ്റ തടിയിൽ ഉള്ള ഒരു വൃക്ഷമായിട്ടാണ് നമ്മൾ തെങ്ങിനെ കുറിച്ച് പറയുക, തെങ്ങിനെക്കുറിച്ചും കഴുങ്ങിനെ കുറിച്ചൊക്കെ തന്നെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മരങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ 2 ചില്ലകളായിട്ട് പോകുന്നു. അവിടെ നിന്ന് 2 രീതിയിൽ ഇപ്പോൾ ഇരട്ടിയാണ് കിട്ടുന്നത്. അവിടുത്തെ ആ വീട്ടിലെ അമ്മയെക്കുറിച്ച്, കുഞ്ഞുമാണിക്കത്തെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇരട്ടി ലാഭമാണ് കിട്ടുന്നത്. കാരണം സാധാരണ ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് ഒരു സമയത്ത് തേങ്ങ വലിക്കുമ്പോൾ 10ഓ 15ഓ തേങ്ങ ഒരു പക്ഷേ കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്നിപ്പോൾ നമുക്ക് 30 തേങ്ങ വരെ കിട്ടും. ഇത് കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ രീതിയിലുള്ള ഒരു ഫലമൊന്നുമല്ല. തീർത്തും നാടനായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫലം അവിടെ കുഴിച്ചിട്ട് വളർന്നു വന്നു. പിന്നീട് ഇടക്കാലത്ത് അവരൊരു കൃഷിനാശം വന്ന സമയത്ത് ആ തെങ്ങിൻ്റെ തലഭാഗം പോയി പിന്നീട് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ഒരു പൊടിപ്പുണ്ടായി. പിന്നെ അവിടെ ഒരു തലപ്പ് വളർന്നു വന്നു, അവിടെ വീണ്ടും ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ ആ തെങ്ങ് കാണാനായിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. കാരണം ശരിക്കും ഒരു ശാസ്ത്രത്തെ പോലും തോൽപ്പിച്ച ഒരു അത്ഭുതമാണ്. അപ്പോൾ കുറേ ഗവേഷകർ വരുന്നുണ്ട്, പരിസരത്തുള്ള കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ ഒരു സംശയമുണ്ട്, ഇത് എത്ര കാലത്തോളം നിലനിന്ന് പോകും എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ആ ഒരു തെങ്ങിൻ്റെ എത്രത്തോളം കായ്ഫലം താങ്ങാനുള്ള ശേഷി ആ തടിക്കൊരു പക്ഷേ ഉണ്ടാവണമെന്നില്ല. എന്തായാലും ആ ഒരു തെങ്ങിന് എന്തെങ്കിലും പറ്റുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും പോയി കാണാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ട് എന്നറിയുമ്പോൾ കാണാൻ ആൾക്കാരെത്തും, അതിനെക്കുറിച്ച് പഠിക്കാൻ ഓരോരുത്തരും എത്തും, അങ്ങനെയൊക്കെ ആൾക്കാരെത്തുന്നുണ്ട്. എന്തായാലും സംശയത്തിന് ഒന്നും വേണ്ട, എത്രത്തോളം ഫലം തരും, ഇനി തരുമോ എന്നുള്ളത് അങ്ങനെയുള്ള സംശയമൊന്നും വീട്ടുകാർക്ക് ഇടവരുന്നില്ല. കാരണം അതിനെ കൃത്യമായ രീതിയിൽ തന്നെ പരിപാലിച്ച് കൊണ്ടുപോവുകയാണ് ആ കുടുംബക്കാരും. ശരി സാരംഗ്.